നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPI ഇടതുമുന്നണി വിടുമോ? കേരളം മുഴുവൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കാനുള്ള ആകാംക്ഷയിലാണ്. അടുത്തയാഴ്ച തിരുവനന്തപുരം AKG സെന്ററിൽ ഇടത് കൺവീനർ EP ജയരാജന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും സാന്നിധ്യത്തിൽ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ത് പറയും എന്ന് നേതാക്കൾ ഉറ്റുനോക്കുകയാണ്. അടുത്ത മാസം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് CPIക്ക് നൽകണമോ വേണ്ടയോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണി യോഗം നിർണായകമാണ്. തൃശൂരും തിരുവനന്തപുരവും ഉൾപ്പെടെ CPI മത്സരിച്ച 4 മണ്ഡലങ്ങളിലും CPM തങ്ങളെ സൗകര്യപൂർവ്വം തേച്ചു എന്ന പരാതിയാണ് മുന്നണി യോഗത്തിൽ ബിനോയ് വിശ്വം മുന്നോട്ട് വെക്കാൻ പോകുന്നത്. BJPയുമായി ഒത്തുകളിച്ച CPM പ്രവർത്തകർ തങ്ങളെ നശിപ്പിച്ചു എന്നാണ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കന്മാർ പറയുന്നത്. തൃശൂരിൽ പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടാതെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തോറ്റത് CPM പ്രവർത്തകരുടെ കാലുവാരലാണ് എന്ന വിശ്വാസത്തിലാണ് CPI. തൃശൂരിലെയും തിരുവനന്തപുരത്തെയും തോൽവിയിൽ CPM നേരിട്ട അന്വേഷണം നടത്തണം എന്നാണ് CPIയുടെ ആവശ്യം. സമാന സാഹചര്യമാണ് കേരള കോൺഗ്രസിനും ഉള്ളത്. കോട്ടയത്തെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെ CPM കാലുവാരി തോൽപ്പിച്ചു എന്ന് കേരള കോൺഗ്രസ് പ്രവർത്തകരും കരുതുന്നുണ്ട്. രാജ്യസഭാ സീറ്റ് മൊത്തത്തിൽ ഏറ്റെടുക്കാനുള്ള CPMന്റെ അടവ് നയം ഇക്കുറി വിലപോവില്ല എന്ന് ഘടകകക്ഷി നേതാക്കൾ കരുതുന്നു. ഇത്രയും കാലം കേരളത്തിൽ ഒതുങ്ങി നിന്ന CPM-CPI തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാണം കെട്ട തോൽവിയോടെ ദേശീയ തലത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ബിനോയ് വിശ്വത്തിൽ ഒതുങ്ങി നിന്ന പരാതി ഇപ്പോൾ ദേശീയ തലത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. സുനിൽകുമാറിനെയും പന്ന്യൻ രവീന്ദ്രനെയും തോൽപ്പിച്ച CPMകാരാണ് എന്ന് ദേശീയ സെക്രട്ടറി രാജ CPM സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തന്നെ ഡൽഹിയിലെത്തിയ ബിനോയ് വിശ്വം കേരളത്തിൽ നടന്ന കുതികാൽ വെട്ടിന്റെ യഥാർത്ഥ ചിത്രം രാജയെ ധരിപ്പിച്ചു. രാജ പുതിയ സംഭവങ്ങളെ അതീവ ഗൗരവമായാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനുമായി സംസാരിക്കാതെ സീതാറാം യെച്ചൂരിയുമായി മാത്രം രാജ സംസാരിച്ചിരുന്നു. പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യവും സംഘടനാപരമായ വീഴ്ചകളും സംയുക്തമായി അന്വേഷിക്കണം എന്നാണ് CPIയുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ മികച്ച സ്ഥാനാർത്ഥികൾ ആണ് എന്ന് EP ജയരാജൻ പ്രഖ്യാപിച്ചതാണ് തോൽവിക്ക് പ്രധാന കാരണം എന്ന് CPI പറയുന്നുണ്ട്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ജയരാജൻ തുറന്നു സമ്മതിച്ചതോടുകൂടി തോൽവിയുടെ ആഘം കൂടി. ഇതെല്ലാം BJPക്ക് വോട്ട് ചെയ്യാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ചു. ഒത്തുകളിയെക്കുറിച്ച് മുമ്പ് തന്നെ തങ്ങൾ CPM നേതൃത്വത്തെ അറിയിച്ചതാണ്. എന്നാൽ CPM BJP ഒത്തുകളി ഇല്ല എന്ന് നേതാക്കൾ ഉറച്ച നിലപാടെടുത്തു. പിണറായിയുടെയും യെച്ചൂരിയുടെയും വാക്കുകൾ വിശ്വസിച്ച തങ്ങളെ CPM ചതിച്ചു എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. 1 വർഷം മുമ്പേ സുരേഷ് ഗോപി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. വനിതകളെയും തീരദേശ ജനതയെയും കേന്ദ്രീകരിച്ചാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചത്. മധ്യവർഗ ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ ന്യൂനപക്ഷ വോട്ടുകൾ സുരേഷ് ഗോപിയിൽ കേന്ദ്രീകരിച്ചു. ഈ നീക്കങ്ങൾ CPMനെ CPI കൃത്യമായി അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ CPM ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി എടുത്തില്ല എന്നാണ് CPI പറയുന്നത്. കരിവന്നൂർ തട്ടിപ്പ് BJP ഉപയോഗിച്ചതായി CPI കരുതുന്നുണ്ട്. കരിവന്നൂർ തട്ടിപ്പിന് കാരണം CPM ആണ്. ED അന്വേഷണം വന്നപ്പോൾ സർക്കാരും CPMും കർശന നടപടി സ്വീകരിച്ചില്ല. പ്രചരണ വിഷയമായി കരിവന്നൂർ മാറിയപ്പോൾ യാതൊരു പ്രശ്നവുമില്ല എന്ന് CPM പ്രചരിപ്പിച്ചു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ആസൂത്രണം ചെയ്ത കളികൾക്ക് CPM നിന്നുകൊടുത്തുവെന്നും പോലീസിനെ കൃത്യമായി നിയന്ത്രിച്ചില്ല എന്നും ഇത് ജനങ്ങൾക്കിടയിൽ വൈകാരിക എതിർപ്പുകൾ കാരണമാക്കിയെന്നും BJPക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ CPM നേതാക്കൾ ശ്രമിച്ചു എന്നും ഇക്കാര്യത്തിൽ ബോധപൂർവമായ നിസ്സംഗത പുലർത്തിയെന്നുമാണ് ആക്ഷേപം. ഇടത് വോട്ടുകൾ BJP കരസ്ഥമാക്കിയത് CPM പരിശോധിച്ചു തുടങ്ങിയപ്പോൾ വലിയ അങ്കലാപ്പുകളാണ് CPMന് ഉണ്ടായിരിക്കുന്നത്. 2021 നിയമസഭാ വോട്ടെടുപ്പ് കണക്ക് അക്കാലത്ത് പരിശോധിച്ച CPM BJPയുടെ കടന്നുവരവ് ശ്രദ്ധിക്കണമെന്ന പാർട്ടി നേതാക്കൾക്കും അണികൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. അന്ന് 9 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP 2ാം സ്ഥാനത്ത് എത്തിയത്. ഇക്കുറി 2ാം സ്ഥാനം 8 മണ്ഡലങ്ങളിൽ നിലനിർത്തുകയും 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം നേടുകയും ചെയ്തു. വോട്ടുകൾ പല ബൂത്തുകളിലേക്കും ചോർത്തി എന്നാണ് CPM കരുതുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും മണ്ഡലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. കോൺഗ്രസ് വോട്ടുകൾ ഏത് ഘട്ടത്തിലും BJPക്ക് ചോർത്താൻ അല്ലെങ്കിൽ ചേർത്താൽ എളുപ്പമാകണം എന്നായിരുന്നു CPM കരുതിയത്. എന്നാൽ ഇപ്പോൾ ഇടത്തോട്ടുകൾ തന്നെ ചോർന്നു എന്നാണ് സത്യം. നിയമസഭയിൽ BJP ആദ്യമായി ജയിച്ചപ്പോഴും തൃശൂരിൽ ലോക്സഭയിലേക്ക് BJP ജയിച്ചപ്പോഴും പിന്നിലായത് UDF ആണ്. എന്നാൽ ബൂത്ത് തലത്തിലും നിയമസഭാ മണ്ഡലം തലത്തിലും വോട്ട് പോയതിന്റെ ആഘാതം ഇടതുപക്ഷത്തെയാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത്.
പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിൽ പോലും CPM-ന് ഗണ്യമായ തോൽവി വന്നു എന്നതാണ് സത്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം കുറയുകയാണ് ഉണ്ടായത്. ഹിന്ദു മതത്തിലെ ചില സമുദായ സംഘടനകൾ BJPയിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് CPM വിലയിരുത്തുന്നുമുണ്ട്. ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിന്ന് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് ലഭിച്ചതും പാർട്ടി ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് എന്നും ഇതിനിടയിലാണ് CPIയുടെ കാതലായ വിമർശനം കടന്നു വന്നിരിക്കുന്നത്. CPIയുടെ വിമർശനത്തെ എങ്ങനെ നേരിടും എന്ന കാര്യത്തിൽ CPM സംസ്ഥാന സമിതിക്ക് യാതൊരു രൂപവുമില്ല എന്നതാണ് വാസ്തവം. രാജ്യസഭാ സീറ്റ് CPIക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ സംഭവിച്ചാൽ CPI ഇടതുമുന്നണി വിട്ടേക്കാം. ജോസ് കെ മാണിക്കും ശ്രേയാംസ് കുമാറിനും രാജ്യസഭാ സീറ്റ് വീതിച്ച് നൽകാനാണ് CPM ആലോചിക്കുന്നത്. ശ്രേയാംസ് കുമാറിന് സീറ്റ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ RJD മുന്നണി വിടും. ജോസ് കെ മാണി മുന്നണിയിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന സീറ്റ് അദ്ദേഹത്തിന് നൽകാതിരിക്കാൻ കഴിയുകയുമില്ല. ഈ വാഗ്ദാനം ജോസിന് പിണറായി തന്നെ നൽകിയതാണ്. കാനം രാജേന്ദ്രനെ പോലെ മയമുള്ള ഒരു നിലപാട് ബിനോയ് വിശ്വം സ്വീകരിക്കുമെന്ന് CPM കരുതുന്നുമില്ല. മുമ്പ് കാനമായിരുന്നു CPIക്ക് മുന്നിലുള്ള വെല്ലുവിളി. പിണറായിക്ക് മുന്നിൽ കാനം രാജേന്ദ്രൻ സുല്ലിട്ടതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് CPI അന്ന് വിശ്വസിച്ചു. എന്നാൽ തങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് CPI ജയിക്കുന്നത് എന്നാണ് CPM-ന്റെ നിലപാട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായിയുടെ സ്ഥിരം തലവേദനയായിരുന്നു കാനം. എന്നാൽ സർക്കാരിന്റെ മധ്യകാലത്ത് കാനം പിണറായിയുടെ വിശ്വസ്തനായി മാറി. ഇത് എങ്ങനെയാണെന്ന് CPI നേതാക്കൾക്ക് മനസ്സിലായില്ല. കാനവുമായി ബന്ധപ്പെട്ട ചിലരുടെ അഴിമതികൾ പിണറായി കണ്ടെത്തിയതാണ് കാരണമെന്ന് ചിലർ പറയുന്നുണ്ട്. ഇത് ശരിവെക്കുന്ന സമീപനമാണ് കാനത്തിന്റെ ഭാഗത്ത് നിന്നും ഓരോ ദിവസവും ഉണ്ടായത്. കാനവും പിണറായിയും തമ്മിൽ മിണ്ടാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് കാനവുമായി പിണറായിയും തമ്മിൽ നിരന്തരം കാണുന്ന ശീലവും ഉണ്ടായി. നിരന്തരം ചർച്ചകൾ നടത്തി ഇരുവരും തമ്മിൽ ഉണ്ടായത് ഇഴപിരിയാത്ത സൗഹൃദവുമായിരുന്നു. കാനത്തെ കുപ്പിയിലിറക്കിയതോടുകൂടി CPIയുടെ കഥ CPM ആകപ്പാടെ മാറ്റിമറിച്ചു. CPIയുടെ കഥ കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പലരും വിശ്വസിച്ചു. CPI മന്ത്രിമാർ പറയുന്നത് CPM ഇപ്പോഴും അംഗീകരിക്കുന്നുമില്ല. ധനമന്ത്രി KN ബാലഗോപാൽ നായർ മാടമ്പിയെ പോലെയാണ് പെരുമാറുന്നത്. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുമില്ല. ശ്രീറാം വെങ്കിട്ടരാമനെ സപ്ലൈകോയിൽ നിയമിച്ചതിൽ മന്ത്രി അനിൽ മന്ത്രിസഭാ യോഗത്തിൽ അമർഷം രേഖപ്പെടുത്തിയപ്പോൾ ചീഫ് സെക്രട്ടറിക്കൊപ്പമാണ് പിണറായി നിന്നത്. ഇത് മന്ത്രി അനിലിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം ആശുപത്രിയിലായിട്ട് പോലും പിണറായി തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായില്ല. കാനം അത്തവണയും നിശബ്ദ സാക്ഷിയായി മാറി. ശ്രീറാം ഒരു പ്രതീകം മാത്രമാണെന്ന് നേതാക്കൾ പറഞ്ഞു. CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ മന്ത്രിമാരുമായി കൂടിയാലോചന പോലും നടത്താറില്ല. CPM-ന്റെ മാടമ്പിത്തരങ്ങൾ മാത്രമാണ് വകുപ്പുകളിൽ നടന്നു വരുന്നത്. പിണറായി കാനത്തിന്റെ അഴിമതികൾ കണ്ടെത്തിയെന്നും ഇക്കാര്യം പറഞ്ഞ് കാനത്തെ പിണറായി ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നും CPI പറയാറുമുണ്ട്. CPIക്കാർക്കിടയിൽ പറയാറുമുണ്ട്. CPI എക്കാലത്തും അഴിമതിക്കെതിരെയാണ് നീങ്ങുന്നത്. എന്നാൽ കാനം വന്നതോടുകൂടി CPI നേതാക്കളും അഴിമതിക്കാരായി എന്ന CPI സമ്മേളനത്തിൽ തന്നെ അഭിപ്രായമുയർന്നു. അങ്ങനെയാണ് കാനത്തെ പരസ്യമായി തള്ളാൻ CPIയിലെ വിമത വിഭാഗം തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതാണ് സത്യം. എന്തായാലും നിലവിൽ ഈ ഒരു തർക്കം അതിരൂക്ഷമായി പൊട്ടിപ്പുറപ്പെടുകയാണ്. CPIയുടെ ചെലവിൽ ഇനി പിണറായി കച്ചവടം അനുവദിക്കില്ല. മുന്നണിയിലെ ഒന്നാമത്തെ ഘടകകക്ഷിയായ തങ്ങളെ അവഗണിക്കാനാണ് പിണറായി തീരുമാനിക്കുന്നത് എങ്കിൽ പിണറായിയെ ചുരുട്ടിയെറിഞ്ഞ് വീഴ്ത്താൻ CPI നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. CPI UDF-ൽ എത്തിയാൽ അവർ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. ഇക്കാര്യം KPCC തീരുമാനിച്ചിട്ടുണ്ട്. CPIക്ക് കോൺഗ്രസുമായി ചേരുന്നത് പുതുമയുള്ള കാര്യമല്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തും സംഭവിക്കുമെന്ന് ചുരുക്കം.